പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നോർമൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പഴയൊരു പാൻറ്റിൽ നിന്നും അളവെടുത്തിട്ടാണ് ഈ പാൻറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തുടക്കക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുണി ഞാനിവിടെ 4ആയിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാൻറ്റും ഈ ഒരു രീതിയിലാണ് മടക്കി എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാലിൻ്റെ പോർഷനും വേസ്റ്റ് ബാൻഡും കൂടി ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതാണ് ഞാൻ ആദ്യം ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എത്ര ഇഞ്ച് നീളം ഉണ്ടെന്ന് നോക്കാം. എനിക്കിവിടെ 35 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്ര ഇഞ്ച് ഇറക്കണോ നമുക്ക് വേണ്ടത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ബോട്ടം ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണ് വേണ്ടതെന്ന് നോക്കാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 6 ഇഞ്ചാണ്. ഞാൻ അല്പം വണ്ണം കൂട്ടി 7 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് വേണ്ടത്. അതും ഇതുപോലെ വരച്ചെടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ചരിച്ചാണ് വരച്ചെടുക്കുന്നത്. അടുത്തത് നമുക്ക് ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് ഇറക്കം ഉണ്ടെന്ന് നോക്കാം. എനിക്കിവിടെ 10.5 ഇഞ്ചാണുള്ളത്. അത് നമ്മൾ തുണിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് നോക്കാം. എനിക്കിവിടെ 18 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ ഇവിടെ ഈ തുണിയിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നത് ഈ തുണിക്ക് വീതി കുറവായിരുന്നു. 2ആയിട്ട് മടക്കി ഇടുമ്പോൾ 17.5 ഇഞ്ച് വീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് വണ്ണം 19.5 ഇഞ്ചോളം വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ പീസുകൾ കട്ട് ചെയ്തെടുത്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാൻറ്റിന് കുറച്ച് വണ്ണം കൂടുതലാണ്. സാധാരണ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ജോയിൻറ്റ് വരാറില്ല. പിന്നെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കാലിൻ്റെ പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ താഴെ ബാക്കി വന്ന പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തുണി നമ്മൾ മടക്കി ഇടുമ്പോൾ താഴെയാണ് നമ്മൾ ഇതുപോലെ മടക്കുവശം കൊടുക്കുന്നതെങ്കിൽ വേറെ കട്ടിങ്ങൊന്നും ഇല്ലാതെ തന്നെ വേസ്റ്റ് ബാൻഡ് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഇവിടെ പാൻറ്റിൻ്റെ മുകളിൽ വള്ളി കോർത്തിടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. ആ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേസ്റ്റ് ബാൻഡിന് എത്ര ഇഞ്ച് ഇറക്കമാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കാലിൻ്റെ പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അതും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് ബാൻഡിൽ എത്ര ഇഞ്ച് വണ്ണമാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. എനിക്കിവിടെ 14 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 15 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതളവിലുള്ള പാൻറ് ആയിരുന്നാലും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കാലിൻ്റെ പീസിൻ്റെ രണ്ട് നല്ല ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതേ രീതിയിൽ തന്നെ രണ്ട് സൈഡുകളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 1/2 ഇഞ്ച് ആദ്യം ഇതുപോലെ മടക്കി വെച്ചിട്ട് പിന്നെ 1 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് ഇതിനകത്ത് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ ഇടവിട്ട് 2-3 സ്റ്റിച്ചുകളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേസ്റ്റ് ബാൻഡിൻ്റെയും രണ്ട് നല്ല ഭാഗങ്ങളും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മുകളിൽ വള്ളി കോർത്തിടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നും താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കി വെച്ച് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 1 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ വള്ളി കോർത്തിടാനുള്ള ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡും കാലിൻ്റെ പോർഷനും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 2 പീസിൻ്റെയും സൈഡ് ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻകുത്തി കൊടുക്കാം. മറുവശത്തും അതുപോലെ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം മുതൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 2 പീസിൻ്റെയും നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ 2 സൈഡിലുമായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. ഇവിടെയും നമ്മൾ പിൻകുത്തിയ ഭാഗം കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് ബാക്കിയുള്ള തുണിയും പ്ലീറ്റ്സ് ഇട്ടെടുക്കാം.
heart's running wild. Now the morning is the afternoon. We lay awake in bed. The glass so loud as the hours pass. We're gonna do it all again. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി രണ്ട് പീസിൻ്റെയും ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ചുകൾ ഇട്ടെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏതളവിലുള്ള പാൻറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.